അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസം നമുക്ക് അച്ചാച്ചനൊരു പഴയ കാലത്ത് മീൻ പിടിക്കുന്ന ഒരു ഉപകരണം ഉണ്ടാക്കി തന്നായിരുന്നു. അതിൻ്റെ പേര് ഉറിവല എന്നാണ്. അപ്പോൾ അത് ഉറിവല വെച്ച് അന്ന് അച്ചാച്ചൻ ഉണ്ടാക്കി ഈ കാണിച്ചതല്ലാതെ 1-2 വള്ളത്തിൽ പിടിക്കുന്ന കാണിച്ചായിരുന്നു. നമ്മൾ ഉദ്ദേശിച്ചത് അന്ന് വെട്ടിടാൻ വേണ്ടി വള്ളത്തിൽ പിടിക്കാനാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മൾ ഈ വല എടുത്തിട്ട് നമുക്കിന്ന് മീൻ പിടിക്കാൻ പോവുകയാണ്. എന്നാ പിന്നെ നിങ്ങൾ വരുന്നുണ്ടോ? നീ വരുന്നുണ്ടോ അതിനെ കുട്ടി? നിങ്ങൾ ഊഞ്ഞാലാടുമല്ലേ? അപ്പോൾ അച്ഛൻ വള്ളത്തിൽ പിടിക്കാനാണ് പോകുന്നത് കേട്ടോ. വരുന്നോ? അപ്പോൾ എന്തോ 100 വള്ളത്തിൽ അച്ചുക്കുട്ടൻ പറയുന്നത് നമുക്ക് 100 വള്ളത്തിൽ പിടിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞത്. അപ്പം നമുക്ക് എവിടെല്ലാം പോയാലായിരിക്കും ചിലപ്പോൾ വള്ളത്തിൽ കിട്ടും. ഈ സമയത്താണ് വള്ളത്തിൽ കുറവും കൂടിയാണ്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ വള്ളത്തിൽ പിടിക്കാനാണ് യാത്ര. നമ്മൾ തീറ്റയായിട്ട് പുട്ടാണ് എടുത്തേക്കുന്നുണ്ട്. ഒരു അരക്കുറ്റി പുട്ടിന് 100 വള്ളത്തിൽ എന്നാണ് നമ്മുടെ ലക്ഷ്യം. പോയേക്കാൻ അനുക്കൂട്ടാ. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ കടവും മതിൽ ഇവിടെ നമ്മുടെ അയലോക്കത്ത് ഒരു 4-5 വീടുകളുണ്ട്. അത്രയും വീടുകളൊക്കെ ഉള്ളൂ. ആ വീടുകളുടെ കടവുകളിലൊക്കെ നമ്മൾ മീൻ പിടിക്കാൻ പോവാം. ഒരു ബക്കറ്റ് എടുക്കണം അച്ചുകൂട്ടാ. അത് നമ്മുടെ കടയിൽ തന്നെ ഇടാം. കൂടുതലാണുണ്ടല്ലോ അല്ലേ? കോരി എടുക്കും. മീൻ കിട്ടിയിട്ടായിരിക്കും എന്നാമേ വെള്ളം കോരി വെച്ചു. മീനുണ്ടോ? മീൻ കിട്ടുമല്ലോ, നമ്മൾ പിടിക്കുമല്ലോ. രാവിലെ ഇവിടെ ശരിക്കും നീറ്റ് കൊടുത്തു. ആദ്യത്തെ കടവിൽ നിന്ന് ചീറ്റി പോയിട്ടുണ്ട്. ചേട്ടാ ഒന്നും ചെയ്യണ്ടത് അങ്ങനെ ഇതാകട്ടെ. പാടി പിള്ളേരെ കിട്ടിയടി. എന്നാ എടുത്തു പെണ്ണിക്കോണേ 100 മുട്ടേൻ്റെ ചെത്തിയാണോ? ചേട്ടനെയാണോ? ചേട്ടാ തീറ്റയൊക്കെ കൊടുക്കുന്നുണ്ടോ? ഈ ഓസ്കാറിന് തീറ്റി കൊടുക്കുന്നുണ്ടോ? ഇത് അഖിലേട്ടൻ്റെ ഓസ്കാർ. നമുക്ക് വെള്ളത്തിൽ പിടിക്കാൻ പോകാം. വരുന്നുണ്ടോ? വെയിലുണ്ട്, കുഴപ്പമുണ്ടോ? കിട്ടിയതാ. പെറുക്കാരുവാ. നിക്ക് സേഫായിട്ട്. ഞാൻ പെറുക്കണോ? ഇത് നീ പെറുക്കി വരുമ്പോ ഒരു നേരാവൂലോ. എണ്ണിയോ? ഞാൻ 4 ഇട്ട്. പരല് കടിച്ചോ? പിന്നെ പരലല്ലേ കടിക്കുന്നത്. ഒന്നുമില്ല, 10 കിട്ടി. 10 അപ്പുറം സൈഡിച്ച് പുറത്തോട്ട് തള്ളിക്ക്.
അപ്പുറ സൈഡ് ഇതോ ആ നിങ്ങൾ അവിടെ കപ്പത്തോട്ടത്തിനകത്ത് കളിക്കാൻ പറ്റും. നമ്മൾ എവിടുന്ന് 100 പിടിക്കും. ഇതെത്ര ഉണ്ട്? 3 3 മൊത്തം 17 17 ആ. ഇപ്പോൾ അടുത്ത സ്ഥലത്ത് പോവാം. വാ ആ കിട്ടുന്നുണ്ട്. ആ ചെളിക്കകത്ത് കയറി താന്നു കൂടാ. ഡേ വള്ളത്തിൽ താഴെ വരുമല്ലോ എണ്ണ. വളരെ ആഴം വരും. ഇറങ്ങിയിടട്ടെ. പിന്നീട് ഇടുക. അച്ഛൻ അനു വെട്ടത്ത് മറിക്ക്. ഇതിലുള്ള കമ്പെടുക്കാം. മുമ്പേ 17 എണ്ണിയത്. 18, 19, 20, 21, 22, 23. ഒരു പരലി 2 പരലിനെ കിട്ടി. കുഞ്ഞ പരലും വലിയ പരലും. ഷോ ആണല്ലോ അച്ചുക്കുട്ട. അവിടെ ചറ പറ വരല് വരുന്നത്. അപ്പറോ അയ്യോ പുറത്തങ്ങാണ്ട് കയറുന്ന വെള്ളത്തിൽ. അല്ല അകത്താണത്. ബക്കറ്റ് നോക്കിച്ച് എണ്ണ നോക്കാറുണ്ട്. 26 മീൻ മൊത്തം. 4 കിട്ടിയുള്ളൂ. ഇനിയും പിടിക്കണം. ഒന്നുകൂടെ ഇടണോടാ. ഒന്ന് വിട്. പൊക്കട്ടെ പോകണേ. അഞ്ചെണ്ണം. 31 ഏതാ ബക്കറ്റ്? ഇത് അതിനെ പോയി പേടിപ്പിച്ചവൻ.
മൂന്നെണ്ണോ? 3 വെള്ളത്തി 33 എണ്ണം. ഇനി എടുത്തോ. ഇങ്ങോട്ട് നോക്കൂ. കുഞ്ഞി പള്ളത്തിയുണ്ട്. ഞാൻ തിരിച്ചു. വെള്ളത്തിൽ വിട്ടോ. ആ ഒരു പാരലുടക്കിയായിരുന്നു കേട്ടോ അത്. അതുണ്ട്. ബക്കറ്റ് 100 വെള്ളത്തിൽ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയതാ. അത് 6 എണ്ണമുണ്ട്. 39. എന്തുകൊണ്ടുണ്ടോ? അതെ, ഇത്രയും മീൻ കിട്ടിയോ? കുറേ സമയം എടുത്ത് ഇത്ര എടുക്കാനിട്ടല്ലേ അണ്ണാ? എത്ര കടവില? വള്ളത്തെ ഇങ്ങനെ പോയാൽ നിർത്തേണ്ടി വരും. പോവാ. പാരലുണ്ടോ? വേണ്ട, പാരലാണ്ട് അടുത്ത വല കുരുങ്ങുന്നു. എവിടെ ആണ്ടോ? ഇറങ്ങിയെടുക്കേണ്ടി വരും. 3 എണ്ണമുണ്ട്. അങ്ങനെ നേരത്തെ അവിടേക്ക് ഒരു വള്ളത്തിൽ കിടക്കുന്നുണ്ട്. അതും എടുക്കാം അല്ലേ? ഇല്ലെങ്കിൽ ഇത് കരക്കിട്ടേക്കാം. എന്താ മോനെ ആകെ കിട്ടിയ വെള്ളത്തിൽ കരക്കി ഇടണം. പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ മീൻപിടുത്തം എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട്. നമുക്ക് കിട്ടിയ മീൻ ചെയ്തിട്ടുണ്ടത്. ഇത്രയും മീൻ നമുക്ക് കിട്ടിയത്. നമ്മൾ 100 എണ്ണമാണ് ടാർഗറ്റ് ചെയ്തത്. നമുക്ക് 41 പള്ളത്തിയും 5 പരലും കിട്ടിയിട്ടുള്ളത്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, മണിക്കൂട്ടിനോട് നോട്ടെ. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ ടാർഗറ്റ് തയ്ക്കാൻ പറ്റിയില്ല. കാരണം പള്ളത്തിയുടെ സീസൺ അല്ലാത്തതുകൊണ്ടാവാം ഒന്ന്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികൾക്ക് ഇന്ന് അവധിയാണ്. അവർക്കൊരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അതായത് അവരുടെ കുട്ടിക്കാലത്ത്, അതായത് എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ എൻ്റെ അപ്പൂപ്പൻ്റെ കൂടെയും എൻ്റെ അച്ഛൻ്റെ കൂടെയൊക്കെ മീൻ പിടിക്കാനൊക്കെ പോയിട്ടുണ്ടാകും. അത്തരം അനുഭവങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ അനുഭവങ്ങൾ ഉണ്ടാവണം. ആ അനുഭവങ്ങൾ ഉണ്ടാകുക എന്നുള്ളത് ഓരോ മാതാപിതാക്കളുടെയും ഉത്തരവാദിത്തമാണ്. കാരണം കുട്ടിക്കാലത്ത് അവർക്ക് ഭാവിയിൽ ഓർമ്മകൾ ഉണ്ടാകുക എന്നുള്ളത്, അത് ഉണ്ടാക്കുക എന്നുള്ളതും ഉണ്ടാക്കാനുള്ള അവസരം സൃഷ്ടിക്കുക എന്നുള്ളതും നമ്മൾ മാതാപിതാക്കളുടെ ഉത്തരവാദിത്തം കൂടിയാണ്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, അത്തരം ഒരു അനുഭവം കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് നമ്മൾ കരുതുകയാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഇതൊന്നും അനുഭവിക്കാൻ കഴിയാത്ത എത്രയോ കുട്ടികൾ എവിടേക്കോ ശീതീകരിച്ച മുറികളിലൊക്കെ ഇരിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. അവർക്ക് പിൽക്കാലത്ത് പറഞ്ഞ് രസിക്കാനോ അവരുടെ കുട്ടിക്കാലം എത്ര മനോഹരമായിരുന്നു പറയാനോ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം എൻ്റെ കുട്ടികൾക്ക് ഇതൊക്കെ അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കൾ, നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾ കൊണ്ട് ഷെയർ ചെയ്തെടുക്കുക. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞങ്ങളുടെ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ ദയവേത് ഫോളോ ചെയ്താണെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവർ ടാറ്റ. ഒരാൾ മീൻപിടുത്തം കഴിഞ്ഞ് വന്ന ഉടനെ തന്നെ മുടിയൊക്കെ അഴിച്ചിട്ട് റെഡിയായിട്ട് ഈ ആറ്റിച്ചാണ്. വേറൊരു കാര്യം പറയാം, ഏറ്റവും കൂടുതൽ വെള്ളമുള്ളത് കുട്ടനാട്ടിലാണ്. എന്നാൽ കുട്ടനാട്ടിലെ കുട്ടികൾക്കാണ് വെള്ളത്തിൽ ഇറങ്ങിയാൽ കയറാൻ മടി.
അത് മര്യാദ കയറിയില്ലെങ്കിൽ ചിലപ്പോൾ 2 കൊണ്ടുകൊണ്ട് കയറുവേ. അച്ഛയൊക്കെ പണ്ട് ഇഷ്ടം പോലെ കല്ലും മേടിച്ചുകൊണ്ട് കയറിയിട്ടുള്ള അച്ഛടെയൊക്കെ ബാക്കിയല്ലേ നിങ്ങൾക്ക് കേരളത്തിൽ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, അടുത്ത വീഡിയോ കാണുന്നവരെ വരെ ടാറ്റാ ബൈ ബൈ. ഇത് നമ്മൾ വറക്കും. ഇതൊക്കെ